നിങ്ങൾക്കറിയോ ചില വീടുകളിൽ അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞാൽ ഡ്രൈനേജ് പിറ്റിൻ്റെ മണമായിരിക്കും അവിടെ. അത് പക്ഷേ ആ വീട്ടുകാർക്ക് മനസ്സിലാവണമെന്നില്ല. പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. അതുമാത്രമല്ല ആ വീട്ടിലുള്ളവർക്ക് സ്ഥിരം അസുഖവും അലർജി ആയിരിക്കും. അതിന് കാരണം ഇതുപോലുള്ള കിച്ചൺ സിങ്കിൽ നിന്നും 2 ഇഞ്ചിൻ്റെ ഡ്രൈനേജ് പൈപ്പ് നേരെ ഡ്രൈനേജ് പിറ്റിലേക്ക് കൊടുക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ അടുക്കളയിൽ ഡ്രൈനേജ് കൂടി ഉണ്ടാക്കി വെച്ചതിന് തുല്യമാണ്. 4 തരം ട്രാപ്പ് ഉപയോഗിച്ച് നമുക്കിത് ഒഴിവാക്കിയെടുക്കാം. ഒന്ന് ഈ കാണുന്ന ബോട്ടിൽ ട്രാപ്പ്, ഒന്ന് ലൈൻ ട്രാപ്പ്, മറ്റൊന്ന് ഫ്ലോർ ട്രാപ്പ്, 4 പി ട്രാപ്പ്. ബോട്ടിൽ ട്രാപ്പ് ആണെങ്കിൽ നമുക്ക് സിങ്കിൻ്റെ അടിയിൽ തന്നെ നമുക്കിത് സ്ഥാപിക്കാം. ലൈൻ ട്രാപ്പ് ആണെങ്കിൽ ഭിത്തിക്ക് പുറത്ത് നമുക്ക് സ്ഥാപിക്കാം. ഫ്ലോർ ട്രാപ്പ് ആണെങ്കിൽ നമുക്ക് താഴെ ഫ്ലോറിൽ സ്ഥാപിക്കാം. 4 പി ട്രാപ്പ്, ഇതും സിങ്കിനടിയിലാണ് സ്ഥാപിക്കുന്നത്. ഇതൊരു പുതിയ പ്രോഡക്റ്റ് ഒന്നുമല്ല, വർഷങ്ങളായി നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രോഡക്റ്റാണ്. എന്തുകൊണ്ടാണ് പ്ലംബർമാരും ഇലക്ട്രീഷ്യന്മാരും ഇതൊന്നും വെക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഒരു കാരണം പറയുന്നത് ഇതിൽ വേസ്റ്റ് വന്നു എന്നറിയുന്നതാണ് പറയുന്നത്. ഈ ഭാഗത്ത് സിങ്കിൽ കറിവേപ്പിലയും മുളകും ചോറിൻ്റെ വറ്റൊന്നും ഇടാണ്ടിരുന്ന് നോക്കിയാൽ പോരെ. എന്തിന് കോടിക്കണക്കിന് ബാക്ടീരിയകൾ നമ്മുടെ കിച്ചണിലേക്ക് കൊണ്ടുവരണം? വെറും 300-340 രൂപ മാത്രമേ വിലയുള്ളൂ. അടുത്ത വീഡിയോയിൽ വാഷ് ബേസിന് താഴെ വയ്ക്കുന്ന ബോട്ടിൽ ട്രാപ്പ് ഞാൻ പരിചയപ്പെടുത്താം. ഫോളോ ചെയ്തില്ലെങ്കിൽ അടുത്ത വീഡിയോ ചിലപ്പോൾ മിസ്സായി പോകും. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഫോളോ ചെയ്യുക. വീണ്ടും കാണാം. ബൈ.